നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LBSന്റെ റീഫണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ പല വീഡിയോകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ LBSന് റീഫണ്ട് ഓപ്ഷൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ LBS വഴി അഡ്മിഷൻസ് എടുക്കാത്ത കുട്ടികൾ, അതായത് LBSൽ 25,000 രൂപയൊക്കെ ആണെങ്കിൽ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം മറ്റുള്ള അസോസിയേഷൻ വഴിയൊക്കെ അഡ്മിഷൻസ് എടുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ LBSൽ അടച്ചിരിക്കുന്ന തുക നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഫീ പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവുന്നതാണ്. അതിന് കീഴായിട്ട് റീഫണ്ട് റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിന്റെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ LBS വഴിയാണെന്നുണ്ടെങ്കിലും എക്സസ് ഫീസ് അടച്ച കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് ഒടുക്കി മറ്റുള്ള വേറെ സ്ട്രീം വഴിയൊക്കെ ആണെങ്കിലും ഉദാഹരണമായിട്ട് ഇപ്പൊ PNC മാക് അല്ലെങ്കിൽ AMCSFNCK അല്ലെങ്കിൽ നീറ്റ് വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോയ കുട്ടികളൊക്കെ ഉണ്ടാകാം. അപ്പോൾ LBSൽ തുക അടച്ചിട്ട് നിങ്ങൾ അവിടെ ആ ഒരു രീതിയിൽ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റീഫണ്ട് റിക്വസ്റ്റ് നൽകിയതിനു ശേഷം നിങ്ങൾ ഫീ അടച്ച റിസിപ്റ്റിന്റെ കോപ്പി PDF ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെല്ലാൻ അടച്ച മുറയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായും ചെല്ലാന്റെ കോപ്പി നിങ്ങൾക്ക് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ LBSൽ നിന്നും ഫീ റെസിപ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ റെസിപ്റ്റും കൂടെ ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുക, PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സമയത്താണ് നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മൾ കാൻഡിഡേറ്റിന്റെ പേരുള്ള കുട്ടിയുടെ പേരിലുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകുന്നതോടൊപ്പം തന്നെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് കോപ്പി ഫസ്റ്റ് പേജും കൂടെ നിങ്ങൾ ഇവിടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റീഫണ്ട് റിക്വസ്റ്റ്, അതായത് LBSൽ റീഫണ്ട് വഴി നമ്മൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് കൂടാതെ തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 3 മാസത്തിനുള്ളിൽ തന്നെ ഈ റീഫണ്ട് റിക്വസ്റ്റ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ് ലാപ്സ് ആയി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും മാക്സിമം നിങ്ങളുടെ സ്റ്റുഡൻസിന്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഇത് കാര്യങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഇതുവരെയും റിക്വസ്റ്റ് നൽകാത്ത കുട്ടികൾക്ക് വളരെ ലിമിറ്റഡ് സമയം മാത്രമായിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേങ്കിൽ ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് നിങ്ങൾക്ക് പിന്നീട് ലഭിക്കുകയില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ PNC മാക് വഴിയും AMCSFNCK വഴിയും നിങ്ങൾ പേയ്മെന്റ് അടച്ച് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ, ഉദാഹരണമായിട്ട് PNC മാക്കിലും AMCSFNCKയിലും ഒക്കെ നിങ്ങൾ അഡ്മിഷൻ ലഭിച്ച് ടോക്കൺ ഫീ അടച്ച് അത് കഴിഞ്ഞതിന് ശേഷം LBS വഴിയോ മറ്റുള്ള സ്ട്രീമുകളിലേക്കൊക്കെ പോയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് റീഫണ്ട് റിക്വസ്റ്റ് നിങ്ങൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ PNC മാക്കിലായാലും AMCSFNCKയിലാണെങ്കിലും നിങ്ങളുടെ അതാത് വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അതിന്റെ ടോൾ ഫ്രീ അല്ലെങ്കിൽ അവരുടെ മെയിൻ ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ തന്നെ ഇമെയിൽ വഴിയും നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ PNC മാക്കിൽ 10,000 രൂപയും AMCSFNCK അസോസിയേഷനിൽ 25,000 രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് സാധാരണ രീതിയിൽ അടയ്ക്കുക. അപ്പോൾ അതുവഴി അങ്ങനെ അടച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ LBSലാണ് ജോയിൻ ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ഈ പേയ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതും വളരെയധികം സമയം നമുക്ക് ലഭിക്കില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിന്റെ റിക്വസ്റ്റുകൾ ഇമെയിൽ വഴിയും അതുപോലെ തന്നെ അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തും ഇതിന്റെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ റീഫണ്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെയും അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾ, പ്രത്യേകിച്ച് ജനറൽ നഴ്സിംഗിന്റെ കോഴ്സുകൾ വീണ്ടും നീട്ടി നൽകിയിട്ടുണ്ട്. കർണാടകയിൽ മാത്രമാണ് വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടെ 2024-25 ബാച്ചിലേക്ക് അഡ്മിഷൻസ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അതായത് BSc നഴ്സിംഗിന്റെ ഒക്കെ ആപ്ലിക്കേഷൻസും അല്ലെ അഡ്മിഷൻ പ്രോസസ് എല്ലാം തന്നെ ഡിസംബർ 31-ാം തീയതിയോടെ തന്നെ വൈറ്റപ്പ് ചെയ്തിരുന്നു. അതുകൂടാതെ ജനറൽ നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു സമയം ഓപ്പൺ ആയിരിക്കുന്നത്. അതായത് കർണാടകയിൽ മാത്രമാണ് ഈ ഒരു അവസരം ലഭിക്കുക. അപ്പോൾ 24-25 ബാച്ചിലേക്ക് നിങ്ങൾ ഇനിയും അഡ്മിഷൻ എടുക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾ ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുക. ഈ ജനുവരി മാസം 20-ാം തീയതി വരെ മാത്രമാണ് ഈ ആപ്ലിക്കേഷൻസ് നീട്ടി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇയർലി എക്സാം ആയതുകൊണ്ട് തന്നെ വരുന്ന ഈ പറയുന്നത് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വാർഷിക പരീക്ഷ വരുന്നത് നവംബർ മാസമായതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാപ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയ ക്ലാസ്സുകളൊക്കെ മേക്കപ്പ് ചെയ്യാനായിട്ട് നിരവധി സമയം നിങ്ങൾക്ക് ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടപ്പെടാതെ ഈ ഒരു വർഷം തന്നെ നഴ്സിംഗിന് ചേരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രമാണ് ഇപ്പോൾ അവസാന ഒരു ഓപ്ഷൻ ആയിട്ട് നൽകിയിരിക്കുക. അപ്പോൾ പല കുട്ടികളും ചോദിക്കാറുണ്ട്, BSc നഴ്സിംഗ് ആണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത്, അപ്പോൾ ജനറൽ നഴ്സിംഗിന് ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ BSc നഴ്സിംഗിന് ജോയിൻ ചെയ്യണമെങ്കിലും ഇനി ഒരു വർഷം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളത്. അതേസമയം ജനറൽ നഴ്സിംഗിനാണെന്നുണ്ടെങ്കിലും 3 വർഷം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 2 വർഷം
പോസ്റ്റ് ബേസിക് കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ ബി എസ് സി നഴ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രി ഹോൾഡർ ആയിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ ഒരു ബി എസ് സി നഴ്സ് ആയിട്ടാണ് മാറുന്നത്. കൂടാതെ തന്നെ ജനറൽ നഴ്സിംഗിന് 3 വർഷം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പി എസ് സി പോലെയുള്ള പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് എത്രയും വേഗം തന്നെ ജോലി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അതായത് മെയിനായിട്ട് നിങ്ങൾ കേരളത്തിൽ അപേക്ഷിച്ചതിന്റെയൊക്കെ റീഫണ്ട് റിക്വസ്റ്റ് നൽകേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് എൽ ബി എസിന്റെ റീഫണ്ട് റിക്വസ്റ്റ് നിങ്ങൾ ഓൺലൈൻ വഴി തന്നെ പ്രൊഫൈൽ പേജിൽ കൂടെ ലോഗിൻ ചെയ്ത് നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ AMC, SFNCK, PNC MAC തുടങ്ങിയ അസോസിയേഷനിൽ നിന്നും റീഫണ്ട് നേടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ വഴി നിങ്ങൾ റിക്വസ്റ്റ് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് നമ്പർ, ടോൾ ഫ്രീ നമ്പറിൽ, അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഇതിന്റെ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുകയും അതുപോലെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, നഴ്സിംഗിന്റെ അഡ്മിഷൻ പ്രോസസ്സ് 24-25 അഡ്മിഷൻ പ്രോസസ്സ് വീണ്ടും കുറച്ച് ദിവസം കൂടെ നീട്ടിയിരിക്കുന്നത്. അത് കർണാടകയിലാണ്. ജനറൽ നഴ്സിംഗ് കോഴ്സിലേക്ക് മാത്രമാണ് ഈ ഒരു അപേക്ഷകൾ നീട്ടി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.